സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ്സ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും തരുന്നത്. അതായത് നമ്മൾ വാരിക്കോരി പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ടു ബി വെരി ഫ്രാങ്ക്, നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓരോ പോയിന്റുകൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേഖലയിൽ നിന്ന് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓരോ പോയിന്റുകൾ മാത്രം അല്ലെങ്കിൽ പോയിന്റ് മനസ്സിലാക്കി അത് അതേറിയുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചാണ്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലിബർട്ടി, അതുപോലെ തന്നെ ഫ്രീഡം, അങ്ങനെ മുതലായിട്ടുള്ള കണ്ടീഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അതായത് ഒരു ഇൻഡിവിജ്വല് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒന്നിനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഒരുപാട് തരത്തിലുള്ള റെഗുലേഷൻസ് ആസ് വെൽ ആസ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ ഈ റെഗുലേഷൻസ് റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മളുടെ ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആക്ടിവിറ്റീസിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന തരത്തിലാവരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളുടെ എക്കോണമി എന്താണ്, ഒരു ലൂസൻഡ് എക്കോണമിയാണ്, അല്ലെങ്കിൽ ലൂസൻഡ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്കോണമിയാണെന്ന്. സോ വി ആസ് സിറ്റിസൺസ് നമുക്ക് സർട്ടൻ എമൗണ്ട് ഓഫ് റൈറ്റ്സ് ഉണ്ട് ഈ ഭൂമിയിൽ. അതിനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഡിഫറെന്റ് സോർട്സിൽ പറയാം. അപ്പൊ ഇതിൽ ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിന്റെ മേഖലയിൽ ആദ്യമായി തന്നെ വരുന്നത് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് നിങ്ങൾ ഏത് മുതൽ ഏത് വരെയാണ് ഈ ആർട്ടിക്കിൾ വരുന്നത് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 14 ആണ് റൈറ്റ് ടു ഇക്വാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അവർ ബേസിക്കലി പറയുന്നത് എന്താ വെച്ചാൽ, സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പല ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും, പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന ഇൻഡിവിജ്വൽസും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഇൻഡിവിജ്വൽസിനെ എല്ലാം തന്നെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. മാത്രമല്ല ഒരു വ്യക്തികളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ലെറ്റ് ഇറ്റ് ബി ദ എക്സ് പേഴ്സൺ ഓർ ലെറ്റ് ഇറ്റ് ബി ദ വൈ പേഴ്സൺ. ഒരാൾ ഇപ്പൊ ഒരു റേസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഷോർട്ടർ ആണ് അല്ലെങ്കിൽ ലെസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തികളെയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്താനായി പാടുള്ളതല്ല. അപ്പൊ ആർട്ടിക്കിൾ 14 ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളത്. ദ സെക്കൻഡ് തിങ് ഈസ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അതായത് എപ്പോഴും നിയമങ്ങൾ എന്ത് ചെയ്യുക, എക്സ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിക്കൊള്ളട്ടെ, വൈ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിക്കൊള്ളട്ടെ, അവിടെ കൃത്യമായിട്ട് ഒരു കൺസിഡറേഷൻ വേണം. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പോയിന്റ് വൈസിൽ തന്നെ പഠിക്കുക. ബോറോ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഇംബൈബ് ചെയ്തത്. അതായത് ഒരു ബർത്ത് അല്ലെങ്കിൽ ഒരു ക്രീഡ് അല്ലെങ്കിൽ ഒരു കാസ്റ്റ് അതിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, ഒരു കൂടുതലായിട്ടുള്ള സേവനം അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഇക്വാലിറ്റി കൺസിഡറേഷൻ ഒന്നും കൊടുക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും എന്താണ്, തുല്യരാണ്. അവിടെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുമ്പോൾ ലെറ്റ് ഇറ്റ് ബി ദ എക്സ് പേഴ്സൺ ഓർ ലെറ്റ് ഇറ്റ് ബി ദ വൈ പേഴ്സൺ, നോ പെർട്ടിക്കുലർ ഫോം ഓഫ് സെപ്പറേഷൻ മസ്റ്റ് ബി ഇൻകേർഡ് എന്നാണ് പറയുന്നത്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വാലിറ്റി ബിഫോർ ലോ ആണ് അല്ലെ. അതായത് ഏത് തരത്തിലുള്ള റൂൾ വേണമെങ്കിൽ വന്നോട്ടെ, ഏത് തരത്തിലുള്ള കാസ്റ്റോ ക്രീഡോ കമ്മ്യൂണിറ്റി എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ആൾക്കാര് എല്ലാവരും തുല്യരാണ്. അപ്പൊ റൂൾ ഓഫ് ലോന് ബേസിക്കലി നമുക്ക് 3 നൊട്ടേഷൻസ് ആണ് പറയാനായി പറ്റുന്നത്. ദ വെരി ഫസ്റ്റ് വൺ ഇസ് സുപ്രമസി ഓഫ് ലോ. ഒരാളും ഒന്നിനു മുമ്പിൽ അല്ലെങ്കിൽ നിയമത്തിന്റെ മുകളിൽ അല്ല, എല്ലാവരും കോമൺ സിറ്റിസൺസ് ആണ്. സോ സെൻസ് എല്ലാവരും കോമൺ സിറ്റിസൺ ആയതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ് ഉണ്ട്, അവരുടേതായിട്ടുള്ള പോസ്റ്റുലേഷൻസ് ഉണ്ട്. സോ വി ഹാവ് ടു പ്രൊട്ടക്ട് ദം. അതെപ്പോഴും നമ്മൾ എൻകറേജ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഈക്വാലിറ്റി ബിഫോർ ലോ. ഇപ്പൊ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് സുപ്രീമസി ഓഫ് ലോ, ഈ
നമ്മളുടെ ഈ ഒരു വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കാസ്റ്റോ ക്രീഡോ റേസോ ഇതൊന്നുമല്ല. അതായത് നിയമത്തിന്റെ മുകളിലല്ല ഇവര് ആരും തന്നെ എന്നുള്ളതാണ് സുപ്രമസി ഓഫ് ലോ പറയുന്നത്. എത്ര വലിയ ഹയർ കാസ്റ്റ് അല്ലെങ്കിൽ എത്ര വലിയ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരും ആയിക്കൊള്ളട്ടെ, പക്ഷെ അവരൊന്നും എന്തല്ല, നിയമത്തിന്റെ മുൻപിൽ അല്ലെങ്കിൽ നിയമത്തിന് മുകളിലല്ല. So that is what is called supremacy of law. Then comes equality of law. എല്ലാവരും തുല്യരാ, എല്ലാവരും സമരാ, വേറൊരു വ്യത്യാസവും ഇല്ല. അടുത്തത് ഇറ്റ്സ് an ordinary law of land. അതായത് നമ്മൾ പ്രത്യേകിച്ച് വേറൊരു രീതിയിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ റൂൾസ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരാ, അതൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്, കുറെ പ്രിൻസിപ്പിൾസ് കുറെ ലോ ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യാ, സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നതാണ് റൂൾ ഓഫ് ലോയും കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കംസ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, അല്ലെ? അതായത് ഒരു എക്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ വരുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, വൈ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, അവർക്ക് ഈക്വൽ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് എവിടുന്നാ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. എന്താണ് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസെപ്റ്റിൽ നിന്നും എടുത്തതാണ്. അതായത് എന്ത് തരത്തിലുള്ള പ്രിവിലേജ് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അവിടെ യാതൊരു രീതിയിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇപ്പൊ നമ്മുടെ സിറ്റിസൺ ആയിക്കൊള്ളട്ടെ, പുറത്തുനിന്നുള്ള വേറൊരു സിറ്റിസൺ ആയിക്കൊള്ളട്ടെ, അപ്പൊ നമ്മുടെ സിറ്റിസൺസിന് കൂടുതൽ പ്രൊട്ടക്ഷൻ പുറത്തുനിന്നുള്ളവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കുക, അങ്ങനെയല്ല. എങ്ങനെയുള്ളവരായാലും അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അവിടെ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ക്ലാസിഫിക്കേഷൻസ് എപ്പോഴും, ഇപ്പം നമ്മൾ സിറ്റിസൺ ആണ് നോൺ സിറ്റിസൺ ആണ് എന്ന് പറയുകയാണെങ്കിലും അവിടെ യാതൊരു രീതിയിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പഴയ കോൺസെപ്റ്റ് അല്ല. ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്വെൽ ചെയ്ത് വന്ന, അതായത് ഒരു പുതിയ കോൺസെപ്റ്റ് അല്ല ഒരിക്കലും, അത് പണ്ട് മുതൽ തന്നെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈക്വാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വീണ്ടും ഇത്രത്തോളം റാപ്പിഡ് ആയിട്ട് വന്നത് EP റോയപ്പ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് ഒരു കേസ് ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആ കേസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈക്വാലിറ്റി എന്ന് പറയുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള, ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കോൺസെപ്റ്റ്, അല്ലെ? നമുക്ക് നോർമലായിട്ട് ഡ്വെൽ ചെയ്യുക, അല്ലെ നോർമലായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടില്ല. പക്ഷെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വളരെ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ആക്ച്വലി നമുക്ക് എവിടെ കിട്ടുന്നത്, ഈ ഒരു കോൺസെപ്റ്റിൽ കിട്ടുന്നത്. ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് വരുന്നത് ആർട്ടിക്കിൾ 361 ആർട്ടിക്കിൾ 361 പറയുന്നത് there are certain forms of exceptions to the rule എന്നാ പറയുന്നത്. അതായത് ഒന്ന്, പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ, ഒരു കോർട്ടിലും whatever be the concern that is at their, they are not at all answerable എന്നാ പറയുന്നത്. അവരെ ചോദ്യം ചെയ്യാനോ അല്ലെ അവർക്കെതിരെ ഒരു ക്വസ്റ്റ്യനബിൾ ഫോമിലേക്ക് വരാനോ യാതൊരു ചാൻസസും ഇല്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ട് പറയുന്നത്. അടുത്തത്, പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സും നമുക്ക് ഇൻകർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പറയുന്നു എല്ലാവർക്കും ഈക്വാലിറ്റി പ്രിൻസിപ്പിൾ, നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും ഈക്വൽ ആണെന്ന് പറഞ്ഞാലും ആർട്ടിക്കിൾ 361 പ്രകാരം അതിന് സർട്ടേൺ എക്സെപ്ഷൻസ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് എക്സെപ്ഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ എന്ന് പറയുന്നവർക്ക് എന്തില്ല, അവർക്ക് ഒരു കോർട്ടിന് മുമ്പിൽ ആൻസറബിൾ അല്ല. അടുത്തത്, പ്രസിഡന്റ് അല്ലെ ഗവർണർ ഉണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നതും
അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റേസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നോ സിവിൽ പ്രൊസീഡിംഗ് ഷാൽ ബി adhered in name of president or the governor. അതായത് സിവിൽ അറ്റാച്ച്മെന്റ്സ് അല്ലെങ്കിൽ സിവിൽ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും പേരിൽ ഇൻകർ ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ എല്ലാവരും ഓൾ സിറ്റിസൺസിന് ഇത് അപ്ലിക്കബിൾ അല്ലേ എന്ന് ചോദിച്ചാൽ ലെറ്റ് ഇറ്റ് ബി ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ or let there be non-citizens. But the most important consideration is നമ്മൾ എന്താ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അറ്റ് ദ സെയിം ഹാൻഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർക്ക് എന്തില്ല, ഇങ്ങനെയുള്ളൊരു കൺസിഡറേഷൻ അവിടെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നില്ല. ഒരു വ്യക്തിയെയും നമ്മൾ ഒന്നിന്റെ പേരിലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അത് ആർട്ടിക്കിൾ 15(1) പ്രകാരമാണ് പറയുന്നത്. അത് റിലീജിയന്റെ ബേസിസിലായിക്കൊള്ളട്ടെ, റേസിന്റെ ബേസിലായിക്കൊള്ളട്ടെ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ എന്തിന്റെ ബേസിസിൽ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു സെപ്പറേഷനും അല്ലെങ്കിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും ഓഫർ ചെയ്യാനായി പാടില്ല. ആർട്ടിക്കിൾ 15(2) പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് നമുക്ക് no citizens shall be on above ground subject to any disability, liability or restrictions with respect to the usage of public places. അതായത് ഇപ്പൊ നമ്മള് പബ്ലിക് റെസ്റ്റോറൻറ്റ്സ് ഉപയോഗിക്കുകയാണ്, അവിടെ ഇന്ന വ്യക്തിയെ വരാൻ പാടുള്ളൂ, ഇന്ന വ്യക്തിയെ ഭക്ഷണം കഴിക്കാൻ പാടൂ, അങ്ങനെയൊന്നും നമുക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ നമ്മൾ വെല്ല് ഉപയോഗിക്കുകയാണ്, ടാങ്ക്, റോഡ്, അങ്ങനെ പബ്ലിക് പ്ലേസസ് നമ്മൾ ഉപയോഗിക്കുകയാണ്, അവിടെ ഇന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പാടൂ, ഫോർവേഡ് കാസ്റ്റിനെ ഉപയോഗിക്കാൻ പാടൂ, ബാക്ക്വേർഡ് കാസ്റ്റിനെ ഉപയോഗിക്കാൻ പാടൂ, അങ്ങനെ യാതൊരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മളുടെ അടുത്ത ആർട്ടിക്കിൾ, the next one is equality of opportunity in matters of public employment. പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ മേഖലയില് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അറ്റയർ ചെയ്യുക. സോ ഇത് ബേസിക്കലി ആർട്ടിക്കിൾ 16 ആണ് വരുന്നത്. അതായത് ഒരു വ്യക്തിയെയും സെക്സിന്റെ ബേസിസിലോ റിലീജിയന്റെ ബേസിസിലോ കാസ്റ്റ് അല്ലെങ്കിൽ റേസ് ഇതിന്റെ ബേസിസിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ജോലി അവസരങ്ങൾ തടസ്സപ്പെടുത്താനായി പാടില്ല. പക്ഷേ നമ്മള് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് രാജ്യത്ത് എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട് അല്ലെ, എക്സ്പെഷ്യലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, SC/ST കമ്മ്യൂണിറ്റീസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് അവർക്കൊക്കെ റിസർവേഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും എംപ്ലോയ്മെന്റിന്റെ മേഖല വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു തരത്തിലുള്ള റിസർവേഷൻ മെക്കാനിസംസും ഓഫർ ചെയ്യാനായി പാടില്ല. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് തന്നെയാണ്. പണ്ട് കാലത്തൊക്കെ റാപ്പിഡ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നതായിരുന്നു അല്ലെ ഈ അൺടച്ചബിലിറ്റി എന്നൊക്കെ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അൺടച്ചബിലിറ്റി പാടില്ല. അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ലെറ്റ് ഇറ്റ് ബി ഓഫ് എനി പെർട്ടിക്കുലർ ഫോം, ഏത് പെർട്ടിക്കുലർ ഫോം അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ സ്ട്രാറ്റജിയിലും ആയിക്കൊള്ളട്ടെ, അൺടച്ചബിലിറ്റി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി കർട്ടൈൽഡ്. നെക്സ്റ്റ് കംസ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ടൈറ്റിൽസ് നമ്മൾ എന്ത് ചെയ്യണം, അബോളിഷ് ചെയ്യണം. അപ്പൊ നമ്മൾ പണ്ടൊക്കെ മഹാരാജാവ് അല്ലെങ്കിൽ വലിയ വലിയ നമ്മൾ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ വേൾഡ് ഒരുപാട് മുന്നോട്ടേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ടൈറ്റിൽസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ബേസിക്കലി എന്താ സൂചിപ്പിക്കുന്നത്, ഈക്വാലിറ്റി കൺസിഡറേഷൻ പോയിരിക്കുന്നു. കാരണം എല്ലാവരും ഇപ്പം അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം അവരൊരു പക്ഷെ എന്തായിട്ടുള്ളത്, വലിയ മഹാന്മാരായിട്ടുള്ളത് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് അത്രയും നോളജബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ നിയമത്തിന് മുൻപിൽ എന്താണ്, എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് ടൈറ്റിൽസ് പാടില്ല എന്ന് പറഞ്ഞു. അതായത് മിലിറ്ററി ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ ആയിക്കൊള്ളട്ടെ, അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വെക്കാനായി പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ബേസിക്കലി ഫോറിൻ സ്റ്റേറ്റിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും ഒരു ബഹുമതിയാർത്ഥം കിട്ടുന്ന പേരുകള് അത് നമ്മൾ വെക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ
ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള, അതായത് നമ്മളുടെ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ് എംപ്ലോയി ആണ് അല്ലെങ്കിൽ സെൻട്രൽ എംപ്ലോയി ആണെങ്കിൽ അവർക്ക് ഉള്ളതിൽ, അതായത് വെളിപ്പെടുത്താൻ കഴിയുന്നതിൽ കൂടുതൽ സ്വത്തുകൾ അവരുടെ കയ്യിൽ വെക്കാനായിട്ട് പാടില്ല. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം they should not hold any profit or higher amount of income which is shown in the tax. ഇൻകം ടാക്സിൽ കാണിക്കാത്ത യാതൊരു രീതിയിലുള്ള സോഴ്സസോ ഇൻകം മെത്തേഡ്സോ ഒന്നും തന്നെ അവരെന്ത് ചെയ്യാൻ പാടില്ല, ഹോൾഡ് ചെയ്യാനായി പാടില്ല. ബിക്കോസ് there are certain levels of restrictions are there into that. അടുത്തത് വരുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് 19I വരുന്നതാണ് ആർട്ടിക്കിൾ. 6 ഫ്രീഡംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീഡം വിത്ത് റെസ്പെക്ട് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സെക്കൻഡ് റൈറ്റ് എന്ന് പറയുന്നത് അസംബ്ലി. ദെൻ സെക്കൻഡ് വൺ റൈറ്റ് ടു ഫോം അസോസിയേഷൻ. നെക്സ്റ്റ് വൺ ഇസ് മൂവ്മെന്റ്. തേർഡ് വൺ ഇസ് നെക്സ്റ്റ് വൺ ഇസ് റിസൈഡ് ആൻഡ് സെറ്റിൽമെന്റ്. അതായത് എവിടെ വേണമെങ്കിലും നമുക്ക് റിസൈഡ് ചെയ്യാനും സെറ്റിൽ ചെയ്യാനുമുള്ള പോസ്റ്റുലേഷൻ. സോ ബേസിക്കലി നമുക്ക് ഇതിനെ 5ആയി ക്ലാസിഫൈ ചെയ്യാം റൈറ്റ് ടു ഫ്രീഡത്തിനെ. ഒന്നാമത്തത് ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, റിസൈഡ് ആൻഡ് സെറ്റിൽമെന്റ്, മൂവ്മെന്റ്, അസോസിയേഷൻ. ഇനി ഇത് കൂടാതെ ഒരെണ്ണം കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഫ്രീഡം ഓഫ് പ്രൊഫഷൻ, occupation, trade and business. So we have basically 6. 5 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. The last one was added. അപ്പൊ ഇവിടെ ഈ 6 ഫ്രീഡത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെ നമ്മൾ ഫ്രീഡംസ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും ഫ്രീഡത്തിനും നമ്മൾ എപ്പോഴും പറയൂലേ, നമ്മൾ എത്രത്തോളം എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രീഡം പോസിറ്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും there is a limitation for everything, there is a restriction for everything അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബേസിക്കലി അവിടെ ഇൻകർ ചെയ്യുന്ന അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ അവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് there are certain levels of restrictions, certain amount of restrictions, certain amount of regulations ഉണ്ട്. അതായത് ഈ ഫ്രീഡം ഒറിജിനേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒന്ന് അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കൺസിഡർ ചെയ്യുന്നത് സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് എത്രത്തോളം ഒറിജിനേഷൻ ഉണ്ട്, അതിൽ പ്രോബ്ലമാറ്റിക് സ്കെനാരിയോ വരുന്നുണ്ടോ, അതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്തിരിക്കണം, കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അടുത്ത ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്. ഫോറിൻ സ്റ്റേറ്റ്സുമായിട്ട് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരികയാണ്. അപ്പൊ അവിടെ നമ്മൾ ബേസിക്കലി അതിനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിൽ, അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ആക്ട് ചെയ്താൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് പ്രോബ്ലംസ്. നെക്സ്റ്റ് കംസ് പബ്ലിക് ഓർഡർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പബ്ലിക് ഓർഡർ മെക്കാനിസം എന്ന് പറയുന്നത്. അടുത്തത് ഡീസൻസി മൊറാലിറ്റി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതിനെയൊക്കെ ഇൻകർ ചെയ്യുന്ന രീതിയിൽ സപ്പോസ് ഇഫ് വി ആക്ട്, അത് നമ്മുടെ ഫ്രീഡം ആണ്, അത് ഇൻകർ ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഒരു സ്റ്റേറ്റിൽ നമ്മൾ ജീവിക്കുമ്പോൾ certain principles അല്ലെങ്കിൽ certain particular ആയിട്ടുള്ള അത്തേറൻസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതൊന്നും നമ്മൾ നോക്കാതെ ജീവിക്കാൻ how can that be? അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് കംസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കോടതിയെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചോദ്യം ചെയ്യാനായി പറ്റില്ല. കോടതി പറയുന്നത് അത് കോടതി പോസ്റ്റുലേറ്റ് ചെയ്തതാ, സോ അതൊരിക്കലും നമുക്ക് സാധിക്കില്ല. നെക്സ്റ്റ് ഇസ് ഡിഫാമേഷൻ. നമ്മൾ ബേസിക്കലി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് അവിടെ സർട്ടൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്, സർട്ടൻ റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം അഡയർ ചെയ്യുക, അതെല്ലാം ഇൻകർ ചെയ്യുക എന്ന് പറയുന്നത് വി ആസ് സിറ്റിസൺസ് ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മൾ അബൈഡ് ചെയ്യേണ്ടതാണ്, നമ്മൾ അത് ഫോളോ അപ്പും ചെയ്യേണ്ടതാണ്. ഇനി ഒഫൻസ്. ഒരിക്കലും നമ്മൾ ഇത് എന്റെ ഫ്രീഡത്തിന് ക്വസ്റ്റ്യനബിൾ ആയി അല്ലെങ്കിൽ എന്റെ ഫ്രീഡത്തിന് തെറ്റായ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയെ കൊന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതേർ ചെയ്ത് പോവാൻ അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല. നെക്സ്റ്റ് സോവണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അതായത് നമ്മുടെ രാജ്യത്തിന് ഒരു സോവണിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരു ഇന്റഗ്രിറ്റി മാനർ ഉണ്ട്. നമ്മുടെ രാജ്യത്തിന് നമുക്ക് കൺസർവ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം.
അത് നമുക്ക് സാധ്യമല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പറയാണ് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും എന്തല്ല, നമുക്ക് ഫേവറബിൾ അല്ല. അതേപോലെ തന്നെ നമുക്ക് എന്തല്ല, അത് ഓക്കെ ആണ് എന്ന് പറയാനായിട്ടും സാധിക്കും. ഈ ഫ്രീഡവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആക്ച്വലി പോസ്റ്റുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഡബിൾ ജിയോപാഡി പറയും. ഡബിൾ ജിയോപാഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ മോർ ദാൻ വൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ശിക്ഷിക്കാനായി സാധിക്കില്ല. ഒരു കുറ്റത്തിന് അല്ലെങ്കിൽ ഒരേ പാടിയുള്ള കുറ്റം അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ അവിടെ ഒരു ശിക്ഷ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. whatever be the crime or whatever be the issue, അവിടെ എല്ലാത്തിനും ഒരു ശിക്ഷ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് അടുത്തൊന്ന് വരുന്നത് ഫ്രീഡത്തിന്റെ ബാക്കിയായി തന്നെ നമ്മൾ പറയുന്നതാണ്. ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഇൻഡിവിജ്വൽസിനും ഫ്രീഡം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു അതിരുവരമ്പുണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഫ്രീഡം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഭാഗത്ത് പോസ്റ്റുലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും അവിടെ വി ഹാവ് സർട്ടൻ റെസ്ട്രിക്ഷൻസ്. ആ റെസ്ട്രിക്ഷൻസ് ആണ് നമ്മൾ സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റി നോക്കാതെ ഫ്രീഡം കൊടുക്കാൻ പറ്റില്ല. ഫ്രണ്ട്ലി റിലേഷൻ നമ്മൾ ഫോറിൻ സ്റ്റേറ്റുമായിട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഫോറിൻ സ്റ്റേറ്റുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കിപ്പോ അവരുമായിട്ട് ട്രേഡ് നടത്തുന്നത് ഇഷ്ടമല്ല വെച്ച് വി കനോട്ട് ഫോർബിഡ് ഇറ്റ്. ഒരു പബ്ലിക് ഓർഡർ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കോവിഡിന്റെ സമയത്ത് നിങ്ങൾ ആരും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് ഒരു പബ്ലിക് ഓർഡർ ഉണ്ടെങ്കിൽ എന്താ പുറത്തിറങ്ങിയത്, ഞങ്ങളുടെ റൈറ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ബിക്കോസ് അത് സ്റ്റേറ്റ് അഡെയർ ചെയ്തതാണ്. ഡീസൻസി ആൻഡ് മൊറാലിറ്റി ഉണ്ട്. നമ്മുടെ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് അഡെയർ ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വേറൊരാളെ നമ്മൾ ഇടിച്ചിട്ടിട്ട് അത് എനിക്ക് അയാളെ ഇഷ്ടമല്ല, എനിക്ക് ഫ്രീഡം ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും? അത് പറ്റില്ല. ഇനി കോടതിയെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാം, അങ്ങനെയൊന്നും പറ്റുമെന്നില്ല, ഇത് എന്ത് രീതിയിലാണ് സാധിക്കുന്നതെന്നൊക്കെ ചോദിച്ച് കോടതിയെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താൽ അതും പ്രോബ്ലം. അങ്ങനെ നമുക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ അതിന് ഒരു ലിമിറ്റ് ഉണ്ട് ആ ഫ്രീഡം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്. ഇപ്പൊ നമ്മളോട് വീട്ടിൽ നിന്ന് പറയാണ് നിങ്ങൾ പുറത്തിറങ്ങി നടന്നോളൂ, കുഴപ്പമില്ല. അപ്പൊ പുറത്തിറങ്ങി നടക്കുന്നത് നമ്മുടെ ഫ്രീഡം. പക്ഷെ നമ്മുടെ പാരന്റ്സ് പറയാ സപ്പോസ് 10 മണിക്ക് ശേഷം പോവരുത്, ദാറ്റ് ഇസ് എ റെസ്ട്രിക്ഷൻ, റൈറ്റ്? 10 മണിക്ക് ശേഷം പോവരുതെന്ന് അവർ പറഞ്ഞാൽ നമ്മളെ സേഫ്റ്റി ചിലപ്പോൾ സെക്യൂരിറ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കാം. അപ്പൊ നമ്മൾ പറയണം ഓക്കെ ശരി ഞങ്ങൾ പോണില്ല, എന്തെങ്കിലും ഇഷ്യൂ നടക്കുന്ന സ്ഥലമാണെങ്കിൽ ഞങ്ങൾ പോണില്ല എന്ന് നമ്മൾ പറയാം. സോ ദർ ഇസ് എ കൺസേൺ ഓവർ ദാറ്റ്. അപ്പൊ എന്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഇസ് എക്സ്പ്ലെയിൻഡ് ഓവർ ഹിയർ. ക്ലിയർ? ക്ലിയർ? അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തരത്തില് എന്തുണ്ട്, ഫ്രീഡം ഉണ്ട്. ഞാനിപ്പോ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ ഇവിടെ ജീവിക്കാൻ പാടില്ല എന്നുള്ളത് അവസ്ഥയില്ല. ഇവിടെ ഒരു വ്യക്തിയുടെ ലൈഫ് അല്ലെങ്കിൽ പേഴ്സണൽ ലിബർട്ടിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ആർക്കും മുന്നോട്ടേക്ക് പോവാനായിട്ട് സാധിക്കില്ല. ആർട്ടിക്കിൾ 21 ആണ് ബേസിക്കലി ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അവർ ബേസിക്കലി പറയുന്നത് ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, വാലിഡ് ആയിട്ടുള്ള ഒരു ലോ വേണം, ഒരു നിയമം വേണം. നമ്മുടെ രാജ്യത്ത് പല തട്ടിൽ നിന്നുള്ള സിറ്റിസൺസ് ആവാം, നോൺ സിറ്റിസൺസ് ആവാം, പല ആൾക്കാര് നമ്മുടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അവരെ കൺസർവ് ചെയ്യുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അവരെ കൺസർവ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് എന്ത് ആവശ്യമാണ്? നല്ല രീതിയിലുള്ള ലോ എന്ന് പറയുന്നത് നിയമം ഉണ്ടായിരിക്കണം. അടുത്തത്, പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയർ വേണം. നിയമം വെറുതെ പേപ്പറിൽ ഇരുന്നിട്ട് കാര്യമില്ല. ആ നിയമം നമ്മൾ എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. കൃത്യമായി സ്പഷ്ടമായി നിയമം നടപ്പിലാക്കിയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അത് കറക്റ്റായി കറക്റ്റ് ഫോർമേഷനിൽ വന്നു എന്ന് നമുക്ക് പറയാനായി സാധിക്കും. അടുത്തത്,
അത് ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം. നമ്മൾ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു ഇക്വേറ്റഡ് ആയിട്ടുള്ള മാനറിലല്ല, അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ അല്ലെങ്കിൽ അത് പ്രോബ്ലം ആണ്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, ഫെയർ ആയിട്ടുള്ള, അതായത് ഒരു വ്യക്തിക്കും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലല്ല, മറിച്ച് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എന്ത് തരത്തിലുള്ള പോളിസി ആയാലും ഏത് തരത്തിലുള്ള സ്കീം ആയാലും എല്ലാം തന്നെ എന്ത് റൂൾ ആയാലും ഇനീഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരുപാട് റൈറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പൊ ഇതില് ഒന്ന്, റൈറ്റ് ടു ട്രാവൽ അബ്രോഡ്. നമുക്ക് വിദേശത്തേക്ക് പോകാനായിട്ടും അവിടെ നിങ്ങൾക്ക് വരാനായിട്ടും ഒക്കെ റൈറ്റ് ഉണ്ട് അല്ലെ. ഇത് നമുക്ക് ചർച്ച ചെയ്ത, അല്ലെങ്കിൽ ഇത് നമുക്ക് നേടിത്തന്ന കേസ്, അത് പേര് ഓർക്കുക, ചോദിക്കാറുണ്ട്. സത്വന്ത് സിംഗ് വേഴ്സസ് അസിസ്റ്റന്റ് പാസ്പോർട്ട് ഓഫീസർ കേസ്. ആ കേസിന്റെ വിധിന്യായം പ്രകാരമാണ് നമുക്ക് ട്രാവൽ അബ്രോഡ്, വിദേശത്തേക്ക് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനും അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ സാധ്യമാകുന്നത്. അടുത്തത് ലൈഫ് ടു ലിവ്ലിഹുഡ്. ലൈവ്ലിഹുഡ് നമുക്ക് ചെയ്യാൻ, ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ ഏതൊരു വ്യക്തിയെയും പോലെ നമുക്കും അവകാശമുണ്ട് അല്ലെ. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്യുന്ന കേസാണ് DK യാദവ് വേഴ്സസ് JMA ഇൻഡസ്ട്രീസ്. അടുത്തത് റൈറ്റ് ടു ഷെൽട്ടർ. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കേസാണ് ചമേലി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. അടുത്തത് പ്രൈവസിയുമായി റിലേറ്റ് ചെയ്യുന്ന കേസ്, അതായത് ഈ കേസ് കൊടുത്തത് മുഖാന്തരമാണ് ട്രാവൽ അബ്രോഡ് ആയാലും ലൈവ്ലിഹുഡ് ആയാലും ഷെൽട്ടർ ആയാലും പ്രൈവസിയുടെ ഏരിയയിലാണെങ്കിലും ഇത്രത്തോളം നമുക്കൊരു സംരക്ഷണം കിട്ടണം. കേസാണ് രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്. സോ ഇവിടെ റൈറ്റ് എന്ന് പറയുമ്പം കംപ്ലീറ്റ് റൈറ്റ് ആണ് നമ്മൾ പറയുന്നത്. അതായത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആവുന്ന സമയത്ത് സർട്ടൻ പെർട്ടിക്കുലർ ആയിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഈ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, കൺസർവ് ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതൊരിക്കലും ഒരു ബേർഡൻസമായി അല്ല, കൂടുതലായിട്ട് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ മാറാൻ പാടില്ല. ഇനി എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ് റൈറ്റ് ടു ഡൈ ഇല്ലേന്ന്, അതായത് മരിക്കാനായിട്ട് ഞങ്ങൾക്ക് അവകാശമില്ലേന്ന്. ഇല്ല, അത് വന്നിരിക്കുന്ന കേസാണ് ഗിയാൻ കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കേസ് വന്നിട്ടുള്ളത്. ആൻഡ് ബേസിക്കലി ഈ കേസിൽ പറയുന്നത് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയുള്ള റൈറ്റും ഉണ്ട്, എല്ലാത്തിനു വേണ്ടിയുള്ള റൈറ്റ് ഉണ്ട്, പക്ഷെ സ്വന്തം ജീവൻ കളയാനായിട്ടുള്ള റൈറ്റ് നിങ്ങൾക്ക് ഇല്ല. ബിക്കോസ് ഇറ്റ്സ് ഗോഡ്, വേർഡിക്റ്റിൽ തന്നെ പറയുന്നത് അങ്ങനെയാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ഗോഡ്സ് ഗിഫ്റ്റ്, ഗോഡിന്റെ ദാനാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് യു ഹാവ് നോ അതോറിറ്റി ടു ഡിസ്ട്രോയ് ഇറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ആണ്. അവിടെ ബേസിക്കലി പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഇതാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. 6 to 14 years വരെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ നമ്മൾ ബേസിക്കലി പറയുന്നത്. ആർട്ടിക്കിൾ 22 സംസാരിക്കുന്നത് അറസ്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തടഞ്ഞു വെക്കുക, ഡീറ്റെയിൻ ചെയ്ത് വെക്കുക മുതലായ സിറ്റുവേഷൻസിനെയാണ്. നമ്മൾ ഒരു വ്യക്തിയും ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷണൽ ബേസിസിലല്ലാതെ നമ്മൾ ഒരു വ്യക്തിയും എന്ത് ചെയ്യാൻ പാടില്ല, പിടിച്ചു വെക്കാനായി പാടില്ല. പലപ്പോഴും പല കേസസും അങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ ഒരുപാട് കേസസ് അങ്ങനെ റിസോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. വെറുതെ ഓരോ വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് ഒരു കേസില്ല, ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ലാതൊക്കെ പിടിച്ചു നിൽക്കുന്നത്. അതൊക്കെ പിന്നീട് റാപ്പിഡ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് നയിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡിറ്റൻഷൻ അല്ലെങ്കിൽ അറസ്റ്റ് രണ്ട് രീതിയിലാകാം. ഒന്ന് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ, രണ്ട്
പ്രിവെന്റീവ് ഡിറ്റൻഷൻ. പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is to punish a person for an offense committed by him after trial and conviction in court. ആ ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തു, ആ കുറ്റം ചെയ്തിട്ട് ആ വ്യക്തി പറയാണ്, നമ്മൾ പറയും ഏറ്റു പറയുക എന്ന് പറയും അല്ലെ, ആ ഞാൻ ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട് ഏറ്റു പറയുക എന്ന് വിചാരിക്കാം. അതിനെയാണ് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ട്രയൽ ഒന്നും കഴിഞ്ഞിട്ടില്ല, കോടതിയിൽ ഹാജരാക്കിയിട്ടുമില്ല, അതിനു മുമ്പ് തന്നെ നമ്മൾ ആ വ്യക്തിയെ തടവലിൽ വെക്കുകയാണ്. അതിനെയാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതായത് എല്ലാം കോടതിയിലൊക്കെ പോയി അതിനുശേഷം നമ്മൾ പ്ലാട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. കോടതിയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പാർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെടുത്ത് വെക്കുകയാണെങ്കിൽ അതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഏതൊരു വ്യക്തിക്കും അറസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് തരത്തിലുള്ള റൈറ്റ് ഉണ്ട് ടു ബി ഇൻഫോംഡ് അല്ലെ. ഒന്ന്, എന്തിനാണ് ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആ, എന്തിനാ നിങ്ങളെ അറസ്റ്റ് ചെയ്തത് അത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്താല് ആ എക്സ് എന്ന് പറയുന്ന വ്യക്തിയോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഇന്ന കാര്യത്തിനാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താ, എങ്ങനെ അവര് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാ പറ്റില്ല. അപ്പൊ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് ഓരോ വ്യക്തികളിലേക്കും വളരെ സിസ്റ്റമാറ്റിക് ആയി വളരെ പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അടുത്തത്, അവർക്കൊരു ലീഗൽ ആയിട്ടുള്ള പ്രാക്ടീഷണർ അല്ലെങ്കിൽ വക്കീലിനെ കാണാനുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവകാശം കൊടുക്കണം. നിങ്ങളെ വക്കീൽ വന്നിട്ടുണ്ട്, യു ക്യാൻ ടോക്ക് ടു ഹിം എന്ന് പറഞ്ഞ് വക്കീലിനോട് സംസാരിക്കാനുള്ള ഒരു റൈറ്റ് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിന്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം, അവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇനി ഇവിടെ മജിസ്ട്രേറ്റ് പറയുകയാണ്, ആ ഇന്ന ആള് കുറ്റവിമുക്തനാണ് എന്ന് പറഞ്ഞാ പിന്നെയും നമുക്ക് അയാളെ കയ്യിൽ വെച്ചോണ്ടിരിക്കാനൊന്നും പറ്റൂല. 24 മണിക്കൂറിന്റെ ഉള്ളില് ആ വ്യക്തിയെ എന്ത് ചെയ്യണം, നമുക്ക് റിലീസ് ചെയ്തേ മതിയാവുള്ളൂ. ഇവിടെ സുപ്രീം കോർട്ട് തന്നെയാണ് ശരിക്കും ഇതിനെ പറ്റിയിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു വ്യക്തിയെ ഒരിക്കലും നമുക്ക് 3 മാസത്തിൽ കൂടുതൽ തടവിൽ വെക്കാനായിട്ട് പറ്റില്ല. മാത്രല്ല ഇനി 3 മാസത്തിൽ കൂടുതൽ സപ്പോസ് നമുക്ക് ആ വ്യക്തിയെ പോലീസിന്റെ കസ്റ്റഡിയുടെ കീഴിൽ കിട്ടണമെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട്. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് റിക്വസ്റ്റ് വാങ്ങണം, എന്തിനാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുകയും ആവശ്യമാണ്. നെക്സ്റ്റ് ഇസ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം നേരിടാതിരിക്കുന്ന അവസ്ഥ അല്ലെ. അപ്പൊ ഇത് വരുന്നത് ആർട്ടിക്കിൾ 23-ലാണ്. 23, 24 വരുന്നത്. ഇതിൽ 23 എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ ആണ്. നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, ഫോഴ്സ് ചെയ്ത് ഒരു ജോലിക്കും കൊണ്ടുവരാനായിട്ട് പാടില്ല അല്ലെ. അതിപ്പോ സിറ്റിസൺസ് ആയിക്കൊള്ളട്ടെ നോൺ സിറ്റിസൺസ് ആയിക്കൊള്ളട്ടെ, അവിടെ യാതൊരു രീതിയിലും റെസ്ട്രിക്ഷൻസോ റെഗുലേഷൻസോ ഒന്നും നമ്മൾ കൊണ്ടുവരാനായിട്ട് പാടില്ല. There are certain limitations for everything. So അതുകൊണ്ട് what happens is that നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യം let them work എന്നുള്ളതാണ്. കാൾമാർക്സിന്റെ ഒരു തിയറി ഉണ്ട്. കാൾമാർക്സിന്റെ തിയറിയിൽ ഈ ഒരു ഫോഴ്സ്ഡ് ലേബർ മെക്കാനിസത്തെ കുറിച്ചാണ് അവർ കൂടുതലായിട്ടും അവിടെ സംസാരിക്കുന്നത്. സോ ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി curtailed എന്നാ പറയുന്നത്. ആർട്ടിക്കിൾ 24 പറയുന്നത് ഫാക്ടറീസിലെ എംപ്ലോയ്മെന്റിനെ കുറിച്ചാണ്. അതായത് ഫാക്ടറീസില് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എംപ്ലോയ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ഇസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ്. ആർട്ടിക്കിൾ 25 ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇതിൽ ബേസിക്കലി പറയുന്നത് freedom to conscience, freedom of conscience,
ഫ്രീഡം ടു പ്രൊഫസ്, നമുക്ക് ഇഷ്ടപ്പെട്ട റിലീജിയനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം, അത് പ്രശ്നമില്ല. പക്ഷെ ഒരിക്കലും എന്താവാൻ പാടില്ല, മറ്റുള്ളവരുടെ റിലീജിയനെ അടിച്ചമർത്തുന്ന രീതിയിൽ നിങ്ങളതൊക്കെ തെറ്റാണ്, ഞങ്ങളത് മാത്രമാണ് ശരി എന്ന് പറയുന്ന രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊസീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പ്രാക്ടീസ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഹിന്ദു ആണ്, എനിക്ക് ഇഷ്ടം ക്രിസ്ത്യാനിറ്റി ആണ്, അപ്പൊ ഞാൻ ക്രിസ്ത്യൻ ബിലീഫിലേക്ക് പോകുന്നു, ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്നു. ആർക്കും എന്നെ ചോദ്യം ചെയ്യാൻ പറ്റാം? നോ വൺ ക്യാൻ ക്വസ്റ്റ്യൻ മീ. അപ്പൊ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പറയുകയാണെങ്കിൽ നമുക്ക് അയ്യോ നിങ്ങൾ പറഞ്ഞ തെറ്റാന്ന് പറയാൻ പറ്റൂ? ഇല്ല. കാരണം അദ്ദേഹത്തിന് അവിടെ എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആർട്ടിക്കിൾ 26. ആർട്ടിക്കിൾ 26 പറയുന്നത് എന്താ വെച്ചാ, ഫ്രീഡം ടു മാനേജ് religious freedom to manage religious affairs. അതായത് നമ്മുടെ റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടിയിട്ട്, ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് റിലീജിയനുമായി റിലേറ്റ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങൾ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് നമ്മൾ ഓതറൈസ് ചെയ്യുക. റെസ്ട്രിക്ഷൻസ് പാടില്ല, റെഗുലേഷൻസ് പാടില്ല. നമുക്ക് എന്താ ആവശ്യമായിട്ടുള്ളത്, ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സിറ്റുവേഷൻസ് ആണ്. ഇനി ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് റിലീജിയൻ. ഒരു പെർട്ടിക്കുലർ റിലീജിയനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ജനങ്ങൾ എടുത്തു നിന്ന് പൈസ പിരിവ് നടത്തിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ട് ശേഖരിച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റിലീജിയനെ ഡെവലപ്പ് ചെയ്യുക, അതെല്ലാം ഫ്രീഡത്തിന് എഗെയിൻസ്റ്റ് ആണ്. കാരണം ഇപ്പം ഞാൻ പൈസ കൊടുത്തേക്കാം, ഒരു പക്ഷെ വേറൊരു വ്യക്തി ചിലപ്പം എക്സ് എന്ന് പറയുന്ന ഒരു റിലീജിയസ് ബോഡിക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ അത് പ്രശ്നമായിരിക്കാം. സോ അവിടെ നമ്മൾ ബേസിക്കലി മറ്റുള്ളവർക്ക് ത്രെട്ട് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആവുന്ന രീതിയിൽ ഒരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഒറിജിനേറ്റ് ചെയ്യാനേ പാടില്ല. നെക്സ്റ്റ് ഇസ് ആർട്ടിക്കിൾ 28. ആർട്ടിക്കിൾ 28 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ്. അതായത് റിലീജിയസ് മാറ്റേഴ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഞാനൊരു റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിൽ പങ്കുചേരുകയാണ്. അപ്പൊ സ്റ്റേറ്റ് വന്നിട്ട് എന്നോട് പറയാം, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്നോട് പറയാണ് അത് ശരിയായില്ല, യു ഷുഡ് നോട്ട് ആക്ട് ഇൻ ദിസ് മാനർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അഗെയിൻസ്റ്റ് മൈ റൈറ്റ്. ബിക്കോസ് ഐ ആസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എനിക്ക് സർട്ടൻ റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യവുമാണ്. നെക്സ്റ്റ് കംസ് ആർട്ടിക്കിൾ 29. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ. എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ആർട്ടിക്കിൾ 29. അതായത് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 29. അതായത് നമ്മുടെ രാജ്യത്ത് പല ടെറിട്ടറി, പല ലാംഗ്വേജ്, പല കൾച്ചർ, ഇതിൽ നിന്നൊക്കെയുള്ള ഇൻഡിവിജ്വൽസ് കാണും. അവരെയൊക്കെ സേഫ് ഗാർഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായി സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു പെർട്ടിക്കുലർ വ്യക്തിനെയും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വെച്ച് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കമ്മ്യൂണിറ്റിയിൽ ബിഹേവ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ബിലോങ് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് നമ്മൾ പറയാനായിട്ട് പാടില്ല. അടുത്തതും നിരന്തരമായി ചോദിക്കുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 30 പറഞ്ഞാൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാനായിട്ട് സാധിക്കാം.
പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ക്രിസ്ത്യൻ ഇതിന് വേണ്ടിയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ക്രിസ്ത്യൻ മിഷണറീസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇതിന്റെ കീഴിൽ റിലീജിയസ് കമ്മ്യൂണിറ്റീസിന്റെ കീഴിൽ വരുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഹിന്ദുസിന്റെ കീഴിൽ വരുന്നുണ്ട്, മുസ്ലിംസിന്റെ കീഴിൽ വരുന്നതുണ്ട്. അപ്പൊ ഓരോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഓരോ കാസ്റ്റിന്റെ കീഴിലും എന്തുണ്ട്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അത് പാടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും പറയാനായി പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള ഓരോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബേസിക്കലി കമൻസ് ചെയ്യാനായി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് എന്തുണ്ട്? റൈറ്റ് ഉണ്ട്. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 32 ആണ്. അതും എപ്പോഴും ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ആണ്, അല്ലെങ്കിൽ റെമഡീസ് ആണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് പോസ്റ്റുലേറ്റ് ചെയ്തത്, അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വളരെ കൃത്യമായി അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും വളരെ സ്പഷ്ടമായി നടപ്പിലാക്കുന്നതാണ്. അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഡോക്ടർ അംബേദ്കർ ആർട്ടിക്കിൾ 32നെയാണ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഒരുപാട് വൈഡ് ആയിട്ടുള്ള വളരെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് ആർട്ടിക്കിൾ 32 നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്ത് തരുന്നത്. ഇനി ഇതിൽ ബേസിക്കലി വരുന്നതാണ് റിറ്റുകൾ എന്ന് നമ്മൾ പറയും. സുപ്രീം കോർട്ടിലാണ് ബേസിക്കലി അത് വരുന്നത്. റിറ്റുകൾ ഉണ്ട്. റിറ്റുകൾ എന്താണെന്ന് മാത്രം ഞാനൊന്ന് പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. റിറ്റുകളിൽ വരുന്നത് ഒന്ന് ഹേബിയസ് കോർപ്പസ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്തത് മണ്ടാമസ് ഉണ്ട്. then there comes prohibition, there comes certiorari, then comes co-warrant. അതായത് നമ്മുടെ ഈ റൈറ്റ്സ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ക്വസ്റ്റ്യനബിൾ ആയി തോന്നുന്നു, അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി അത് ശരിയാണോ, അത് ലീഗലി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള പാറ്റേണിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഗവേണിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഈ പറഞ്ഞ കോമ്പോണൻസ്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ ബേസിക് ഫാക്ടുകളാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്തു. അതിനുശേഷം we went through എന്തൊക്കെ റെസ്ട്രിക്ഷൻസ്, റെഗുലേഷൻസ്, വേരിയസ് ആർട്ടിക്കിൾസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് DPSP മുതലായിട്ടുള്ള ഭാഗങ്ങളാണ്. So I hope that is clear for everyone.